എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. പുള്ളിയും പറയണ്ട. ഒത്തുതീർപ്പിനായിരുന്നു ഇങ്ങോട്ട് എന്നാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് ബസ്സിനെ കണ്ടാ മതിയായിരുന്നല്ലോ. എന്റെ സിസ്റ്ററെ, എനർജി വേസ്റ്റ് ചെയ്യരുതേ. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ 3 വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം ചത്തു. ഇയാളെ ഇയാളെ തള്ളി അകത്താക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. എന്തനുഭവിച്ചെന്നാ? അനുഭവിച്ചത് മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. സമാധാനം തന്നിട്ടില്ല എന്ന്. ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ സിസ്റ്ററെ. ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് വകുപ്പില്ല. എന്താണോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണോ ഒത്തുതീർപ്പിനെ വിളിപ്പിച്ചത്? എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട് കേസുകള്. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറൂ.